കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ റിച്ചാർഡ് ഫെയ്ൻമാൻ ഒരിക്കൽ പറഞ്ഞത് നമ്മൾ ഓർത്തു നോക്കിയാൽ മതി. ഈ ഭൂമി മനുഷ്യവാസമല്ലാതെ മനുഷ്യന്മാരൊക്കെ ഒരു മഹാമാരിയിൽ പെട്ടിട്ട് നശിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ഇന്നേ വരെ കണ്ടുപിടിച്ച സയൻസിൽ ഏത് ബാക്കി വരണം എന്ന് ചോദിക്കുമ്പോൾ റിച്ചാർഡ് ഫെയ്ൻമാന്റെ അഭിപ്രായത്തിൽ ആറ്റമിക് ഹൈപ്പോത്തിസിസ് ഇവിടെ അടുത്ത തലമുറക്ക് നമുക്ക് കൈമാറാൻ സാധിക്കണം എന്നാണ് റിച്ചാർഡ് ഫെയ്ൻമാൻ പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണത്. നമുക്ക് ആറ്റമിക് ഫിസിക്സ് അല്ലെങ്കിൽ ആറ്റമിക് ഹൈപ്പോത്തിസിസ് അറിയല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ സം ബേസിക് കൺസെപ്റ്റില് എന്താണ് കെമിസ്ട്രി നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. കെമിസ്ട്രി എപ്പോഴും നമ്മോട് പറയുന്നത് മാറ്ററിന്റെ കോമ്പോസിഷൻ എന്ത്, അതിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഇന്ററാക്ഷൻസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചാണ് കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പൊ മാറ്ററിന് എന്തൊക്കെ വേണം? കോമ്പോസിഷൻ വേണം, അതേപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് വേണം, അതേപോലെ അവരുടെ ഇന്ററാക്ഷൻസ്. ഇതിനെക്കുറിച്ചൊക്കെയാണ് കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്കറിയേണ്ടത് മാറ്റർ എന്താണ് എന്നുള്ളതാണ്. മാറ്ററിനെ കുറിച്ച് നമ്മൾ മുമ്പേ കേട്ടിട്ടുള്ളതാണ്. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ, ദാറ്റ് ഒക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാവിംഗ് മാസ്. മാറ്റർ എന്ന് പറയുമ്പോൾ മാസ് വേണം, അതേപോലെ തന്നെ അതിന് നിൽക്കാൻ ഒരു ഇടവും വേണം. അങ്ങനെ വരുന്ന ആളുകളൊക്കെ എന്താണ്? മാറ്ററാണ്. അപ്പൊ അതിന് അത്യാവശ്യമായി വേണ്ടത് ഒന്ന് മാസാണ്, മറ്റൊന്ന് വേണ്ടത് സ്പേസ് ആണ്. മാറ്ററിനെ നമ്മൾ സാധാരണ രീതിയിൽ കേട്ടിട്ടുള്ളത് മൂന്നായി തരംതിരിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. 3 സ്റ്റേറ്റുകളായിട്ട്. ശരിക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് 4 സ്റ്റേറ്റുകളുണ്ട്. അതിൽ 3 നമ്മൾ പഠിക്കുക. 4ാമത്തെ ആളെയും നമ്മൾ ഇവിടെ അറിയും. 1ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് വരുന്നത് സോളിഡ്സ് ആണ്. മാറ്ററിന്റെ ഒരു സ്റ്റേറ്റ് സോളിഡ് ആണ്. സോളിഡിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തെ പാർട്ടിക്കിൾസ് അവർ തമ്മിൽ ഇന്ററാക്ഷൻ വളരെ കൂടുതലാണ്. 2 മോളിക്യൂൾസ്, സോളിഡ്സിലെ 2 മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് വളരെ കൂടുതലാണ്. അപ്പോ സോളിഡ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹൈ ഇന്ററാക്റ്റീവ് ഫോഴ്സ് ആണ്. മറ്റൊരു കാര്യം, സോളിഡിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനൊരു ഷേപ്പ് ഉണ്ട്. ഒരു ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഡെഫിനിറ്റ് വോള്യം ഉണ്ടാവും. അപ്പൊ ഇതാണ് സോളിഡിന്റെ മറ്റൊരു പ്രത്യേകത. ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഡെഫിനിറ്റ് വോള്യം ഉണ്ട്. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമോ? ഇല്ല, അതൊരു ഫിക്സഡ് പൊസിഷനിലാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. ഏതില്? സോളിഡ്സിനെ സംബന്ധിച്ചിടത്തോളം. നമ്മള് മാറ്ററിലെ ഒരു സ്റ്റേജ് കണ്ടത് സോളിഡ് ആണ്. അടുത്ത ഒരു സ്റ്റേറ്റ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ലിക്വിഡ്. ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ററാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്, എന്നാൽ സോളിഡ്സിന്റെ അത്ര തന്നെ ഇല്ല. അപ്പോ അത്യാവശ്യം ഇന്ററാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഇനി ഇതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. നമ്മളൊരു പാത്രത്തിലാണ് എടുക്കുന്നതെങ്കിൽ ആ വെസലിന്റെ ഷേപ്പാണ് ലിക്വിഡിന് വരിക, പക്ഷെ ഡെഫിനിറ്റ് വോള്യം ഉണ്ടാവും. അപ്പൊ ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? ഡെഫിനിറ്റ് വോള്യം ഉണ്ട്. പക്ഷേ എന്തില്ല?
ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ആ ഷേപ്പ് ഏത് വെസലിലാണോ നമ്മൾ എടുക്കുന്നത് ആ വെസലിന്റെ ഷേപ്പാണ് അതിന് വരിക. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ലിക്വിഡിലെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന നേരത്തൊക്കെ അതിങ്ങനെ മൂവ് ചെയ്ത് പോകണം നമ്മൾ കാണുന്നതാണ്, അല്ലെങ്കിൽ ഫ്ലോ. അപ്പോ അതിലെ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാനുള്ള എന്തുണ്ട്? ഫ്രീഡം ഉണ്ട്. ഇതാണ് ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഇതിന്റെ തുടക്ക ഭാഗത്ത് വരുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ അത് ഞാൻ കുറച്ചൊരു സ്പീഡിലാണ് പറഞ്ഞു പോവാം. മറ്റൊരു സ്റ്റേജ്, ഇപ്പൊ മാറ്ററിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സോളിഡ്, ലിക്വിഡ്, പിന്നെ ആരാ? ഗ്യാസ്. ഗ്യാസ് ആണ് മാറ്ററിന് മറ്റൊരു സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ററാക്റ്റീവ് ഫോഴ്സ് വളരെ ചെറുതാണ്, ലോ ഫോഴ്സ് ആണ് വരിക. അതുകൊണ്ട് തന്നെ അതിനകത്തെ പാർട്ടിക്കിൾസിന് നല്ല ഫ്രീഡം ഉണ്ട്, റാൻഡം മോഷൻ കൂടുതലായിരിക്കും. ഈ ഗ്യാസിന് ഷേപ്പ് ഉണ്ടോ? ഇല്ല. അതിനൊരു ഡെഫിനിറ്റ് വോള്യം ഉണ്ടോ? ഇല്ല. അപ്പോ ഷേപ്പ്, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇതിനില്ല, ഒരു ഡെഫിനിറ്റ് വോള്യവും ഇതിനില്ല. ഇവിടെ ഫ്രീഡം വളരെ കൂടുതലാണ്. അതാണ് നമ്മൾ റാൻഡം മോഷൻ എന്ന് പറയുന്നത്. ആ ഗ്യാസിനകത്തെ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ആവാം, ആറ്റംസ് ആവാം, ഇതിന് ഫ്രീഡം വളരെ കൂടുതലാണ്. ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളില് നിങ്ങൾ അതൊന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്നും പഠിച്ചില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു കാര്യം ഇത് നമ്മൾക്ക് തുടർന്ന് ആവശ്യം വന്നേക്കാം. ഞാന് ഇങ്ങനത്തെ ഒരു വെസലില് ഗ്യാസ് എടുത്തു എന്ന് കരുതുക. ആ ഗ്യാസിന്റെ വോള്യം എത്രയാ? ആ വെസലിന്റെ വോള്യമാണ് ഗ്യാസിന്റെ വോള്യമായിട്ട് മാറുക. ആ എല്ലാ വോള്യത്തിലും ആകമാനം പരന്ന് കടന്നിട്ടേ ആ ഗ്യാസ് നിൽക്കുള്ളൂ. അപ്പൊ നമ്മളൊരു വെസലില് നമ്മളൊരു ഗ്യാസിന് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസിന്റെ വോള്യം എത്രയാ? ആ വെസലിന്റെ വോള്യമായിരിക്കും. ഇത് കാര്യം നിങ്ങൾ ഓർത്ത് വെക്കട്ടോ, വളരെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ ഒരു സ്റ്റേജ് ആണ് പ്ലാസ്മ. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നൊന്നുമില്ല, ഇവിടെ ഒന്ന് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. പ്ലാസ്മ സ്റ്റേജ് നമ്മൾ കാണുന്നത് ഹൈ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ നക്ഷത്രങ്ങളുടെ അന്തർഭാഗത്ത് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഹൈ ടെമ്പറേച്ചർ ഉള്ള ഭാഗങ്ങളിലാണ് ആരെ കാണുന്നത്? പ്ലാസ്മ. അപ്പോ ഇന്റീരിയേഴ്സ് ഓഫ് സ്റ്റാർസിലാണ് നമ്മൾ ഇത് കണ്ടുവരിക. ഈ ഒരു സ്റ്റേജില് അയോൺസ് ആയിരിക്കും, എല്ലാം അയോൺസ് ആയിട്ടാണ് നിലനിൽക്കുക. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അയണൈസേഷൻ ഓഫ് ഗ്യാസ് ആണ്. ഇതാണ് പ്ലാസ്മ വരുന്നത്. അപ്പൊ നമ്മളിവിടെ പുതുതായി കേട്ട ഒരു ഭാഗം ഏതാണ്? പ്ലാസ്മ. അപ്പൊ അതിനെ കുറിച്ച് ചോദ്യങ്ങളൊന്നും വരത്തില്ല. പക്ഷെ 4 സ്റ്റേറ്റുകൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മാറ്ററിനെ കുറിച്ച് പഠിച്ചു. ഈ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്, ഇതില് സോളിഡ്സിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ലിക്വിഡായി മാറാം. ലിക്വിഡ് ഹീറ്റ് ചെയ്താലോ ഗ്യാസ് ആയിട്ട് മാറാം. ഗ്യാസിന് നമ്മൾ കൂൾ ചെയ്താലോ അത് ലിക്വിഡ് ആവാം. അത് നമ്മൾ വീണ്ടും കൂൾ ചെയ്താൽ സോളിഡ് ആവാം. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഇതിൽ കാണുന്ന ബാക്കിയുള്ള കുറച്ച് ടേംസുകൾ നോക്കാം. ഒന്ന്, പ്യുവർ സബ്സ്റ്റൻസ്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ
ഒന്നാമത്തെ കാര്യം, അതിനൊരു ഫിക്സഡ് കോമ്പോസിഷൻ ഉണ്ടാവും. ഫിക്സഡ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്യുവർ വാട്ടർ ആണെങ്കിൽ അതിൽ H2O, 2 ഹൈഡ്രജൻ ഓക്സിജൻ, 2 ഹൈഡ്രജൻ ഓക്സിജൻ, അങ്ങനെ ഒരു ഫിക്സഡ് കോമ്പോസിഷൻ ഉള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുക. ഇതില് ഇപ്പൊ നമ്മൾ വാട്ടറിലെ എന്തെങ്കിലും ചെറിയ സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. അപ്പോ സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലെ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് വേണമെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് കോപ്പർ പറയാം, അല്ലെങ്കിലോ സിൽവർ. അപ്പൊ സിൽവർ എടുക്കുമ്പോൾ അതിൽ സിൽവർ മാത്രം ഉള്ളൂ, Ag മാത്രമേ ഉള്ളൂ എങ്കിൽ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇപ്പൊ വാട്ടർ, അതിൽ ഹൈഡ്രജനും ഓക്സിജനും ഒരു ഫിക്സഡ് കോമ്പോസിഷൻ, ഗ്ലൂക്കോസ്. അപ്പൊ ഇതൊക്കെ പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. പ്യുവർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് വരാവുന്നത് മിക്സ്ചറാണ്. അപ്പൊ മിക്സ്ചർ എന്ന് പറയുമ്പോ പ്യുവർ സബ്സ്റ്റൻസ് ആണെങ്കിൽ ഒരു ഫിക്സഡ് കോമ്പോസിഷൻ ഉണ്ടല്ലോ, മിക്സറിൽ എന്തുണ്ടാവില്ല? ഒരു ഫിക്സഡ് കോമ്പോസിഷൻ ഉണ്ടാവില്ല. അത് മാത്രമല്ല, അതിലെ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ നമുക്ക് സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ടാവും. അപ്പൊ ഇതാണ് മിക്സർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മിക്സർ എന്ന് പറയുമ്പോൾ നമുക്ക് അലോയ്സ് ചിലപ്പോൾ അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മള് ഒരു എന്ത് പറയാണ്, ഒരു കുറച്ച് പഞ്ചസാര ഉപ്പിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഷുഗറും സോൾട്ടും നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ കേൾക്കുന്നതാണ് എലമെന്റ്, അതേപോലെ തന്നെ കോമ്പൗണ്ട്. അപ്പോ ഈ എലമെന്റും കോമ്പൗണ്ടും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ കേട്ടത് പ്യുവർ സബ്സ്റ്റൻസ് എന്ത്, മിക്സർ എന്ത്. ഈ പ്യുവർ സബ്സ്റ്റൻസില് നമുക്ക് പഠിക്കാവുന്ന ആളാണ് ആര്? എലമെന്റ് എന്ന് പറയുന്നത്. എലമെന്റിന്റെ പ്രത്യേകത, ഇതില് ഒരു ടൈപ്പ് ആളെ ഉണ്ടാവുള്ളൂ, ഓൺലി വൺ ടൈപ്പ്. ഓൺലി വൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ അയൺ ആണെങ്കിൽ അയൺ മാത്രം, ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ മാത്രം, സിൽവർ ആണെങ്കിൽ സിൽവർ മാത്രം. ഇതിനെയാണ് നമ്മൾ എലമെന്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് അയൺ, Fe, സിൽവർ, ഇതൊക്കെ നമുക്ക് ഒരേ ടൈപ്പ് ആളുകളാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? എലമെന്റ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് വരുന്നത് കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ട് ആവുമ്പോ ഈ എലമെന്റുകൾ കൂടിച്ചേർന്നിട്ട്, എലമെന്റുകള് കെമിക്കലി കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ആളുകളാണ് ആര്? കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോ 2 or more ടൈപ്പ്, 2 അതിലധികമോ ആളുകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ എലമെന്റ് പ്യുവർ സബ്സ്റ്റൻസ് ആണ്, കോമ്പൗണ്ട് പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണ്. പക്ഷെ ഒരു ടൈപ്പ് ആളുകൾ മാത്രമാണെങ്കിൽ അത് എലമെന്റും, അതേപോലെ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ 2 അല്ലെങ്കിൽ അതിലധികമോ ആളുകൾ ഉണ്ടാവും. അപ്പൊ എലമെന്റുകള് കെമിക്കലി കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടാവുന്നത്? കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എന്ത് പറയാം? H2O. അപ്പൊ ഇതിൽ ഒരു ടൈപ്പ് ആളല്ല ഉള്ളത്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഹൈഡ്രജൻ ഒരു കമ്പസ്റ്റിബിൾ ഗ്യാസ് ആണ്.
ഓക്സിജൻ എന്ന് പറയുന്നത് സപ്പോർട്ട് കമ്പഷൻ ആണ്, കത്താൻ സഹായിക്കുന്ന ആളാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നുണ്ടാവുന്ന വാട്ടർ അത് തീനെ കെടുത്തുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ കൂടിച്ചേർന്ന എലമെന്റുകൾ ഉണ്ടല്ലോ, ആ എലമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവം കാണിക്കുന്ന ആളായിരിക്കും ആര്? കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ആറ്റം, മോളിക്യൂള്, ഇതൊക്കെയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ആറ്റം എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെന്റ് ആണ്. ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എലമെന്റിന്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആറ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെന്റ് ആണ്. that take part in a chemical reaction. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നത് ആറ്റംസ് ആണ്. എന്നാൽ എന്താണ് മോളിക്യൂൾസിനെ ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട്, എലമെന്റിന്റെയോ അല്ലെങ്കിൽ കോമ്പൗണ്ടിന്റെയോ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് ഫ്രീലി. ഫ്രീ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഓക്സിജൻ എടുക്കാം. ഓക്സിജൻ എന്ന് പറയുന്നത് ആറ്റമാണ്. പക്ഷേ അതിന് O ആയിട്ട് നിലനിൽക്കാൻ കഴിയില്ല. അത് O2 മോളിക്യൂൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇപ്പോ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ആറ്റമാണ്. അത് H ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, മറിച്ച് H2 മോളിക്യൂൾ ആയിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുക. ഇതാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെന്റ് ഓർ എ കോമ്പൗണ്ട് ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് ഫ്രീലി. ഇപ്പൊ നമ്മൾ O2, H2, N2 എന്നൊക്കെ പറയുന്നത് ഡയാറ്റമിക് ആണ്. ഡയാറ്റമിക് എന്ന് പറയും, രണ്ട് ആറ്റംസ് കൂടി ചേർന്നിട്ട് നിൽക്കുന്ന മോളിക്യൂൾസ് ആണത്. എന്നാൽ ഒറ്റക്ക് നിൽക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഹീലിയം മോണോആറ്റമിക് ആണ്. ഇത് ഒരേ സമയം ആറ്റവുമാണ് മോളിക്യൂളുമാണ്. അപ്പോ ഹീലിയം മോണോ ആറ്റമിക് ആണ്. ഒന്നായിട്ട് നിലനിൽക്കാൻ കഴിയുന്ന ആളുകളാണ് ഹീലിയം ഒക്കെ. അപ്പൊ ഇതാണ് ആറ്റവും മോളിക്യൂളും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇനി നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചർ, അതേപോലെ തന്നെ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നറിയണം. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് കേട്ടാൽ ഇതാണ്, നമ്മൾ അതിന്റെ കോമ്പോസിഷൻ യൂണിഫോം ആയിരിക്കും. കോമ്പോസിഷൻ യൂണിഫോം ആണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു എന്ന് കരുതുക. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേ രീതിയിലാണ് അതിന്റെ കോമ്പോസിഷൻ എങ്കിൽ അതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെന്ന് കരുതുക. അത് ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ, ഇപ്പൊ മുകളിലത്തെ വെള്ളത്തിന് നല്ല മധുരം, താഴത്തെ വെള്ളത്തിന് മധുരമല്ല, അങ്ങനെയല്ല. ആ മധുരം എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കോമ്പോസിഷൻ യൂണിഫോം ആണെന്ന് പറയുന്നത്. നമുക്ക് ഷുഗർ സൊല്യൂഷൻ, ഷുഗറും അതേപോലെ തന്നെ വാട്ടറും കൂടെ ആഡ് ചെയ്താൽ വരുന്നത് ഒരു ഹോമോജീനിയസ് മിക്സർ ആണ്. ഹെട്രോജീനിയസ് മിക്സർ ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. എന്ത് പറയും നിങ്ങള്? കോമ്പോസിഷൻ എന്താവില്ല, യൂണിഫോം ആവില്ല. അങ്ങനെയാണെങ്കിൽ അത്
ഹെട്രോജീനിയസ് മിക്സറാണ്. ഇപ്പൊ നമ്മൾ ഒരു സോൾട്ട്, ഷുഗറും സോൾട്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെട്രോജീനിയസ് മിക്സറാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ അറിയോ, ചാപ്റ്ററിൽ ഇങ്ങനെ സാധാരണ രീതിയിൽ കേട്ട് പോകുന്ന ഓരോ ടേംസ് ആണ്. അപ്പൊ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് നമുക്ക് വരുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാല് ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അത് നമുക്ക് അതിന്റെ കോമ്പോസിഷൻ മാറ്റാതെ മെഷർ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ദാറ്റ് ക്യാൻ ബി മെഷേർഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ കോമ്പോസിഷൻ. അപ്പോ കോമ്പോസിഷനിൽ എന്തില്ല, ചേഞ്ച് വരുത്താതെ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇപ്പൊ നമ്മൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കളറ്, ഇതൊക്കെ നമുക്ക് അതിന്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പഠിക്കാൻ ഉണ്ടാവുക കൂടുതലായിട്ട് വരുന്നത് ആരാവും, കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അതിന്റെ എന്ത് മാറ്റേണ്ടി വരും, കോമ്പോസിഷൻ മാറ്റാതെ നമുക്കതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസിഡിറ്റി, ബേസിസിറ്റി, ഇതൊക്കെ എന്താണ്, കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ എക്സാമ്പിൾസ് ആണ് വരിക. ഇനി നമ്മൾ ഇപ്പോ സാധാരണ കേൾക്കുന്ന ടേംസുകളാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. ഏകദേശം നമുക്ക് 5 ലോകൾ പഠിക്കാനുണ്ട്. ആ കെമിക്കൽ കോമ്പിനേഷനിൽ, ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ ഒന്നാമത്തതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വളരെ സിമ്പിൾ ആണ് ശരിക്ക്. ഇത് മുന്നോട്ട് കൊണ്ടുവന്നത് ലാവോയ്സിയർ ആണ് ഈ ലോ പറഞ്ഞത്. ഇതില് നമുക്കറിയാം, ഇപ്പോ ചില റിയാക്ടൻസ് കൂടി ചേർന്നിട്ട് പ്രൊഡക്ട്സ് ഉണ്ടാവുന്നതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ഞാൻ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരു സിംബോളിക് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ A+B ഗീവ്സ് C+D ആണെങ്കിൽ ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിയാക്ടൻസ് എന്ന് വിളിക്കുക. ഇതാണ് ആര്, പ്രൊഡക്ട്സ് എങ്കിൽ എന്താ നമ്മുടെ ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്ട്സ് ആയിരിക്കും. മാസ് നഷ്ടപ്പെട്ടു പോകാൻ കഴിയില്ല. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒരു വിധത്തിൽ എങ്ങനെ പറയാന്നറിയോ, ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്ട്സ് എന്ന് പറയാം. അല്ലെങ്കിൽ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഉള്ള മാസിനെ നശിപ്പിക്കാനും കഴിയില്ല, പുതിയൊരു മാസിനെ ഉണ്ടാക്കിയെടുക്കാനും കഴിയില്ല. ടോട്ടൽ മാസ് ഈസ് എ കോൺസ്റ്റന്റ്. അത് 2 രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഒന്നെങ്ങനെയാ, ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്ട്സ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എങ്ങനെയാ സ്റ്റേറ്റ് ചെയ്തത്, മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ്. അപ്പൊ ഇത് റിയാക്ടൻസിന്റെ മാസ് തരും, പ്രൊഡക്ട്സിന്റെ മാസ് തരും. അങ്ങനെ തന്നിട്ട് ഇത് ഏത് ലോ ആണെന്ന് ചോദിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം അതിന്. ആദ്യം ഈ ലോക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് അതെങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നോക്കാം. ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതാണ്. 2H2 plus O2 gives 2H2O എന്ന ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ
ഇതിന്റെ മാസ് വരുന്നത് 4 ഗ്രാം ആണ് വരുന്നത്. ഇതിൻ്റെത് വരുന്നത് എത്രയാണ്? 16 32 ഗ്രാം ആണെങ്കിൽ ഈ വാട്ടറിന്റെ മാസ് വരുന്നത് 2H2O എന്ന് പറയുമ്പോൾ 36 ഗ്രാം ആണ്. അപ്പൊ ഇവിടെ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്ട്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ് ഇപ്പൊ നമ്മൾ ലോനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് 36 ആണ്, അത് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്ട്സ് ആണ് എന്നുള്ളതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇനി ഞാൻ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ഇപ്പോ 12 ഗ്രാം ഓഫ് കാർബൺ റിയാക്ട് വിത്ത് 32 ഗ്രാം ഓഫ് ഓക്സിജൻ ടു ഗീവ് 44 ഗ്രാം ഓഫ് കാർബൺ ഡയോക്സൈഡ്. എങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞത്? 12 ഗ്രാം ഓഫ് കാർബൺ റിയാക്ട് വിത്ത് 32 ഗ്രാം ഓഫ് ഓക്സിജൻ ടു ഗീവ് 44 ഗ്രാം ഓഫ് CO2 എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നു. അത് ഏത് ലോനെയാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. C plus O2 gives CO2. കാർബണിന്റെ മാസ് 12 ഗ്രാം ആണ്, ഓക്സിജന്റെ എത്രയാണ്? 32 ഗ്രാം ആണ്. അത് ടോട്ടൽ എത്രയാണ്? 44 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായ പ്രൊഡക്റ്റിന്റെ മാസ് എത്രയാണ്? 44 ഗ്രാം. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ഈക്വൽ ടു ആരാണ്? ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്ട്സ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെയാണ് ഇത് ഉദ്ദേശിച്ചത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയും നിങ്ങള്. ഒന്ന്, ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്ട്സ് ആണ്. അല്ലെങ്കിൽ മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇത് മുന്നോട്ട് വെച്ചത് ആരാ? ലാവോയിസിയർ ആണ്. ഇനി നമുക്ക് അടുത്ത ലോയ്ക്ക് പോവാം. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ നമ്മൾ ആദ്യം കണ്ടത് ഇപ്പോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആയിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പബ്ലിക് എക്സാമിനൊക്കെ നമുക്ക് ചോദ്യം വരുന്ന ഒരു ഭാഗം തന്നെയാണ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ, അങ്ങനെയും കാണാം നമുക്ക് ആ ലോന്റെ പേര് കേട്ടോ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. ഇത് ഈ ലോ മുന്നോട്ട് വെച്ചത് പ്രൂസ്റ്റ് ആണ്. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മള് വാട്ടറിന്റെ ഫോർമേഷൻ H2 2H2 plus O2 gives 2H2O എന്ന ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവിടെ ഹൈഡ്രജൻ ഒരു 4 ഗ്രാം ആണെങ്കിൽ ഓക്സിജൻ വേണ്ടത് 32 ഗ്രാം ആണ്. ഇവരുടെ മാസിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ വരുന്നത് 1:8 ആണ്. ഇതാണ് നമ്മുടെ ലോ. അതെന്താണെന്ന് നോക്കാം. ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെന്റ്. ഒരേ ആൾക്കാരാണ് എപ്പോഴും ഉണ്ടാവുക. combined in the same fixed proportion by mass. വാട്ടർ ഫോം ചെയ്യുമ്പോൾ അതിലുള്ള എലമെന്റുകളുടെ മാസ് റേഷ്യോ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. വാട്ടർ എവിടെന്നും ഫോം ചെയ്തോട്ടെ, അതിന്റെ സോഴ്സ് ഒരു വിഷയമുള്ള കാര്യമല്ല. അത് എവിടുന്ന് ഫോം ചെയ്താലും അതിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസിന്റെ റേഷ്യോ എപ്പോഴും 1:8 ആയിരിക്കും. അപ്പൊ നിങ്ങൾ വാട്ടർ, പ്യുവർ വാട്ടർ, ഒരു കൈപ്പിടിയിൽ കുറച്ച് വെള്ളം എടുക്കുക. അതെടുത്തിട്ട് അതിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എത്രയായിരിക്കും? 1:8 ആണ്.
നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുക്കുക, കടലിലെ വെള്ളം എടുക്കുക, ഐ മീൻ പ്യുവർ വാട്ടർ ആണെങ്കിലോ പറയുന്നത്. അപ്പോൾ എവിടുന്ന് എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസിന്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? 1:8 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതേണ്ടി വരും. ഒരു എക്സാം വരുന്ന സമയത്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതണം. അപ്പൊ അത് പറയുന്ന രീതി നമ്മളൊന്ന് പഠിച്ചു വെക്കണം. സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെന്റ് കമ്പൈൻഡ് ഇൻ ദ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോ ഇങ്ങനെ വരാം. വാട്ടർ, ഞാൻ 2 രീതിയിൽ വാട്ടറിന് എടുത്തു. പക്ഷെ 2 രീതിയിലും നോക്കിയപ്പോ അതിലെ എലമെന്റുകളുടെ മാസിന്റെ റേഷ്യോ 1:8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ലോനെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതാരാണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യൻ പറയാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ 2 സോഴ്സുകളിൽ നിന്ന് വന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ 2 നമ്മളൊരു സാമ്പിളുകൾ എടുത്തു. ആ സാമ്പിൾ എടുത്ത സമയത്ത് എന്ത് ചെയ്തു? ഇതിലെ കാർബണിന്റെയും ഓക്സിജന്റെയും മാസ് റേഷ്യോ നോക്കി. ആ നോക്കിയ സമയത്ത് 2ലും 3:8 ആണ് കിട്ടിയത്. ഇത് ഏത് ലോനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്ന ഇക്വേഷൻ C+O2 gives CO2. കാർബൺ 12 ഗ്രാം ആണെങ്കിൽ ഓക്സിജൻ വേണ്ടി വരുന്നത് 32 ഗ്രാം ആണ്. ഇതിന്റെ മാസ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 3:8 ആണ്. സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെന്റ്സ് combined in the same fixed ratio by mass 3:8. അപ്പോൾ ഇത് ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഇപ്പൊ നമ്മൾക്ക് ഇതിന്റെ ഒരു ചോദ്യത്തിന്റെ മറ്റൊരു രീതി ഞാൻ പറയാം കേട്ടോ. ചിലപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ആയിട്ട് തരും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പൊ നോക്കും, നമുക്ക് കാർബണിൻ്റെത് 12 ഗ്രാം ആണെങ്കിൽ ഓക്സിജൻ 32 ഗ്രാം വേണം. കാർബൺ ഡൈ ഓക്സൈഡ് 44 ഗ്രാം ആണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ അതിൽ 12 ഗ്രാം കാർബൺ ആയിരിക്കും. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡ് 44 ഗ്രാമില് എത്ര ശതമാനം കാർബൺ ഉണ്ട് എന്ന് നോക്കുകയാണ്. അതെങ്ങനെ നമ്മൾ കാണുക? 12 ഡിവൈഡഡ് ബൈ 44 ഇൻറ്റു 100 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്ത് പറയാട്ടോ, എക്സാക്ട് വാല്യൂ എഴുതുന്നില്ല. ഇവിടെ 48 ആണെങ്കിൽ ഇത് 4 എന്നല്ലേ വരിക. അപ്പൊ ഇതിവിടെ 25% ആണ് വരിക. ഞാൻ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് പറഞ്ഞത്. ഇത് 25% ആണെങ്കിൽ, ഇത് 25 ആണെങ്കിൽ ഓക്സിജന് 75% ആവും. അപ്പോ ഇത് നമ്മള് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഞാനൊരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ 2 സാമ്പിൾ എടുത്തു. അതില് കാർബൺ 25% കണ്ടു, ഓക്സിജൻ 75% കണ്ടു. എന്ന് പറഞ്ഞാൽ അവരുടെ റേഷ്യോ കിട്ടിയെന്ന അർത്ഥം നമുക്ക് ഏകദേശം. അപ്പൊ അവിടെ ഇപ്പൊ ഇതിന്റെ റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 25:75. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത വാല്യൂ ആണ്. 1:3 എന്നാ കിട്ടുക. നമ്മൾ അത് അപ്രോക്സിമേറ്റ് ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ റേഷ്യോ ഏത് ചെയ്യുന്നു? 3:8 ആണ്. ഇപ്പൊ ഇതിവിടെ നോക്കൂ, ആ ചെറിയ മാറ്റം വരുന്നത് ഇത് 9 ആയിരുന്നെങ്കിൽ ഇത് 1:3 ആവൂലേ? ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ 1:3 കിട്ടുന്നത്. അല്ലെങ്കിൽ കൃത്യമായി എന്തെന്നെ കിട്ടും? 3:8 എന്ന് കിട്ടും. അപ്പൊ ആ പെർസെന്റേജ് വെച്ചിട്ടുള്ള ചോദ്യവും അങ്ങനെ കാണുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനെ സൂചിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു സാമ്പിൾ എടുത്തപ്പോൾ ഇത്ര ശതമാനം കാർബണും കണ്ടു, ഇത്ര ശതമാനം ഓക്സിജനും കണ്ടു എന്ന് പറഞ്ഞാൽ അവരുടെ റേഷ്യോ എടുത്ത് നോക്കുക. എന്നിട്ട് 3:8 ആണ് വരുന്നതെങ്കിൽ അത് കാണിക്കുന്നതും ആരാണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ 2 രീതിയിലാണ് ഈ ചോദ്യങ്ങൾ നിങ്ങളെ മുന്നിൽ എത്താനുള്ള സാധ്യത വരുന്നത്.
ഇനി നമുക്ക് അടുത്ത ലോയിലേക്ക് പോവാം. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഏതൊക്കെ? ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, പിന്നെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ, അടുത്തതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് എലമെന്റ് ചേർന്നിട്ട്, നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് കാർബൺ, അടുത്തത് ഓക്സിജൻ. രണ്ടാളുകൾ ചേർന്നിട്ട് രണ്ട് കോമ്പൗണ്ടാണ്. ഇത് ചേർന്നിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാവും അല്ല, രണ്ട് കോമ്പൗണ്ടാണ് ഉണ്ടാവുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CO, കാർബൺ മോണോക്സൈഡ്, അല്ലെങ്കിൽ അടുത്തത് CO2. രണ്ട് എലമെന്റ് ചേർന്നിട്ട് രണ്ടോ ഒന്നിനേക്കാൾ കൂടുതൽ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുമ്പോൾ, രണ്ടോ അതിലധികമോ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുമ്പോൾ, ഇതില് ഓക്സിജൻ നോക്കൂ നിങ്ങള്. ഓക്സിജന്റെ ഒന്നാമത്തെ മാസ് ആവൂല രണ്ടാമത്തതില് വരുന്നത്. ഇതില് 16 ഗ്രാം ആണെങ്കിൽ ഇതില് 32 ഗ്രാം ആണ്. പക്ഷെ ഇതിലെ കാർബൺ എത്രയാണ്? 12 ഗ്രാം. ഇതിലെ കാർബണോ 12 ഗ്രാം. അപ്പോ when two elements combine to form two or more compounds, രണ്ടോ അതിലധികമോ കോമ്പൗണ്ട്സ് ഉണ്ടാവുമ്പോൾ ഡിഫറന്റ് മാസ് വരുന്ന ആളുകൾ, അതാരാ ഇവിടെ? ഓക്സിജൻ ആണ്. അത് കമ്പൈൻ ചെയ്യുന്നത് ഫിക്സഡ് മാസ് ഓഫ് ദ അതർ എലമെന്റ് ആണ്. കാർബൺ ഫിക്സഡ് ആണ്. ആ ഡിഫറന്റ് മാസ് വരുന്ന ആളുകള് അവരുടെ മാസിന്റെ റേഷ്യോ എടുത്താൽ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അതിവിടെ വരുന്നത് എത്രയാണ്? 1:2. ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പൊ ആദ്യം നമുക്ക് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയുന്നു നോക്കാം. When two elements combine to form two or more compounds, then the different masses of one of the element combined with the fixed mass of the other element will be in a simple whole number ratio. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇത് മുന്നോട്ട് വെച്ചത് ഡാൾട്ടൺ ആണ്. അപ്പോ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയാ. When two elements combine to form two or more compounds, then the different masses of one of the elements combined with the fixed mass of the other will be in a simple whole number ratio. ഇതിനാണ് എന്ത് വിളിക്കുക? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പൊ ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ നമുക്കൊരു ക്വസ്റ്റ്യനിൽ ചോദിക്കുമ്പോ മനസ്സിലാവണമെങ്കിൽ ആദ്യം രണ്ട് കോമ്പൗണ്ട് ഉണ്ടാവും. മിനിമം രണ്ട് കോമ്പൗണ്ട് ഉണ്ടാവും. അതിൽ രണ്ടാളുകളും ഒരേ ആളുകളായിരിക്കും. ഒരേ ആളുകളായിരിക്കും, പക്ഷെ ഒരാള് ഫിക്സഡും മറ്റേ ആളുടെ മാസ് ഡിഫറൻറ്റും ആയിരിക്കും. ഒരു എക്സാമ്പിൾ ആരാ? CO2. ഇത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനെ കാണിക്കുന്ന ആളാണ്. കാർബണും ഓക്സിജനും ഫിക്സഡ് കാർബൺ, ഡിഫറന്റ് വരുന്നത് ഓക്സിജൻ. ആ ഡിഫറന്റ് വരുന്ന ആളുകളുടെ മാസിന്റെ റേഷ്യോ എടുക്കുമ്പോ ഇവിടെ എത്രയായിരിക്കും? നമുക്ക് വന്നത് 1:2. ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും വരുന്നുണ്ടാവുക. അടുത്തത് ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ്. നോക്കൂ. ഇപ്പോ നമ്മള് നൈട്രജനും ഓക്സിജനും കൂടെ ചേർന്നിട്ട് NO ഉണ്ടായി. അടുത്തത് NO2. അപ്പൊ ഇതൊരു ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ എക്സാമ്പിളാ വരുന്നത്. ഫിക്സഡ് ആരാ? N. ഡിഫറന്റ് ആരാ? O ആണ്. റേഷ്യോ എത്രയാ? 16:32 എന്ന് പറയുമ്പോൾ 1:2. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അടുത്തത് വേണമെങ്കിൽ നോക്കൂ. H2O2.
ഫിക്സഡ് ആരാ? ഹൈഡ്രജൻ. ഡിഫറന്റ് മാസ് വരുന്നത് ആരാ? ഓക്സിജൻ. അപ്പൊ അവരുടെ റേഷ്യോ എത്രയാ? 1:2. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത് ചോദിക്കുന്ന സമയത്ത് ഇതിൽ ഏതാണ് നമുക്ക് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യുന്നത്, ഒബേ ചെയ്യാത്തതാണ്? ഇപ്പൊ നോക്കൂ, H2O, അതിനൊപ്പം മറ്റൊരു എക്സാമ്പിൾ തന്നു, H2S, ഹൈഡ്രജൻ സൾഫൈഡ്. അപ്പൊ ഇത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറ്റൂല, കാരണം ഒന്ന് ഹൈഡ്രജൻ ഓക്സിജൻ ആണ്, അടുത്തത് ഹൈഡ്രജനും സൾഫറും ആണ്. അപ്പൊ നമ്മൾ ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. രണ്ടാളുകൾ ഉണ്ടാവും, രണ്ടോ അല്ലെങ്കിൽ എത്രയാണോ ആളുകൾ ഉള്ളത്, ആ രണ്ടാളുകള് രണ്ടിലും ഉണ്ടാവും. അതിലൊരാൾ ഫിക്സഡ് ആവും, മറ്റേ ആൾ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് ആരെയാണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ലോയിലോട്ട് പോവാം. ഇനി വീണ്ടും ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിൽ അല്ലേ നമ്മൾ അടുത്ത ലോ പറയുന്നത് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോള്യം എന്ന് പറഞ്ഞാല് റിയാക്ടൻസ് ഗ്യാസ് ആണ്, പ്രൊഡക്ട്സും ആരാണ്? ഗ്യാസ് ആണ് എങ്കിൽ ഗ്യാസുകൾ കൂടി ചേർന്നിട്ട് ഗ്യാഷ്യസ് പ്രൊഡക്ട്സ് ഉണ്ടാവുന്ന സമയം, അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയാം. വീണ്ടും 2H2 പ്ലസ് O2 gives 2H2O. ഇത് വാട്ടർ ആയിട്ടല്ല, നമ്മൾ സ്റ്റീം ആയിട്ടാണ് കൺസിഡർ ചെയ്തതെങ്കിൽ അപ്പോ ഇത് ഗ്യാസ് ആണ്, ഓക്സിജൻ ഗ്യാസ്, ഇതും ഗ്യാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ കൂടി ചേർന്ന വോള്യത്തിന്റെ റേഷ്യോ, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോള്യം, ആരുടെ റേഷ്യോ നമ്മൾ എടുത്തത്? വോള്യം. മുമ്പൊക്കെ വന്നത് മാസായിരുന്നു. ഇപ്പൊ മാസ് മാറിയിട്ട് വോള്യത്തിന്റെ റേഷ്യോ എടുത്താൽ ആ വോള്യത്തിന്റെ റേഷ്യോ മനസ്സിലാവാൻ ഇവിടുത്തെ കോഎഫിഷ്യൻസ് നോക്കിയാൽ മതി. ഇവിടെ 2 വോള്യം ആണെങ്കിൽ ഓക്സിജൻ വേണ്ടത് 1 വോള്യമാണ്, സ്റ്റീം വേണ്ടത് 2 വോള്യമാണ്. ഞാൻ ആ റേഷ്യോ എടുക്കുന്നത് റിയാക്ടൻസിൽ മാത്രമല്ല, ടോട്ടലാണ് എടുക്കുന്നത്. 2:1:2 എന്ന ഒരു റേഷ്യോ വരും. അങ്ങനെ ഒരു സിമ്പിൾ റേഷ്യോ വരും എന്നാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോള്യം പറയുന്നത്. വെൻ ഗ്യാഷ്യസ് റിയാക്ടൻസ് combine to form gaseous products, then the ratio of the volume of reactants and products hold a simple whole number ratio. വോള്യത്തിന് ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോള്യം എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, ഗ്യാസുകൾ കൂടി ചേർന്ന് ഗ്യാസുകൾ ഫോം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വോള്യത്തിന്റെ റേഷ്യോ, ഇവിടെ റിയാക്ടൻസ് മാത്രമാണോ അല്ല, എല്ലാത്തിന്റെയും വോള്യത്തിന്റെ റേഷ്യോ വിൽ ബി എ സിമ്പിൾ ഹോൾ നമ്പർ. അതൊരു ഹോൾ നമ്പർ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും എല്ലാത്തിന്റെയും റേഷ്യോ എടുക്കുന്നത് വോള്യത്തിന്റെ. എങ്ങനെയാ വോള്യം ഞാൻ അടയാളപ്പെടുത്തിയ? ആ കോയിഫിഷ്യൻസ് നോക്കിയിട്ട് അടയാളപ്പെടുത്തിയാൽ മതി. ഇപ്പൊ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കുക. തൊട്ടടുത്ത നമ്മുടെ മാറ്ററിലൊക്കെ അത് നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞു പോകുന്നതാണ്, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇവിടെ റേഷ്യോ വന്നത് 2:1:2 ആണ്. അപ്പൊ നമുക്ക് വോള്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോ ജനറലി അത് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോള്യം ആവും. എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അത് ക്വസ്റ്റ്യൻ പല വിധത്തിൽ വരാം. അത് ഓരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട്. നോക്കാം, അടുത്ത ലോ വരുന്നത് അവഗാഡ്രോസ് ലോ. വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോ ചോദിച്ചു കഴിഞ്ഞാലും ഇത് കിട്ടണം. അവഗാഡ്രോസ് ലോ ട്ടോ. ഇവിടെ കഴിഞ്ഞ ലോയില് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോള്യം, അതേപോലെ തന്നെ അവഗാഡ്രോസ് ലോ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ടെമ്പറേച്ചറും അതേപോലെ തന്നെ പ്രഷറും കോൺസ്റ്റന്റ് ആവണം.
ഇത് മാറിക്കഴിഞ്ഞാൽ ഇത് ശരിയാവത്തില്ല. രണ്ട് ലോയിലും, ഏതൊക്കെ, ഗേ-ലുസാക്സ് ലോ ഓഫ് ഗാഷ്യസ് വോള്യത്തിൽ അതേപോലെ തന്നെ അവഗാഡ്രോസ് ലോയിലും ടെമ്പറേച്ചറും പ്രഷറും എന്താണെങ്കിൽ, കോൺസ്റ്റന്റ് ആണെങ്കിൽ, നമ്മൾ പറയുമ്പോൾ തന്നെ അങ്ങനെ പറയാം, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എന്താണ് അവഗാഡ്രോസ് ലോ പറയുന്നതെന്ന് നോക്കാം. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഏത് മോളിക്യൂൾസിന്റെ ഇപ്പോ ഹൈഡ്രജൻ H2, ഓക്സിജൻ O2, നൈട്രജൻ N2, ഇവരുടെ ഒക്കെ എന്താണ് സെയിം ടെമ്പറേച്ചർ പ്രഷർ ആണെങ്കിൽ ഹൈഡ്രജന്റെ ഞാൻ 1 ലിറ്റർ എടുത്തു, ഓക്സിജന്റെ 1 ലിറ്റർ എടുത്തു, നൈട്രജന്റെ 1 ലിറ്റർ എടുത്താൽ ഇപ്പോ ഈക്വൽ വോള്യൂംസ് ആണ് എടുത്തത്. ഈക്വൽ വോള്യൂംസ് ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അതാണ് അവഗാഡ്രോസ് ലോ. ഇപ്പൊ 1 ലിറ്ററിൽ 10 ഹൈഡ്രജൻ മോളിക്യൂൾ ആണ് ഉള്ളതെങ്കിൽ ഓക്സിജനും 10 ഓക്സിജൻ മോളിക്യൂൾ ആയിരിക്കും, നൈട്രജനും 10 നൈട്രജൻ മോളിക്യൂൾ ആയിരിക്കും. അപ്പൊ എങ്ങനെയാ ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? ഈക്വൽ വോള്യൂംസ് ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇതാണ് അവഗാഡ്രോസ് ലോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പല പ്രോബ്ലത്തിലും അത് ആവശ്യമായിട്ട് വരും. അപ്പൊ ആ ലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കട്ടോ. സ്റ്റേറ്റ്മെന്റ് ഈക്വൽ വോള്യൂംസ് ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇനി നമ്മൾ ഇപ്പോ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഏതൊക്കെയായിരുന്നു അത്? ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അടുത്തത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, അടുത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അത് കഴിഞ്ഞിട്ട് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗാഷ്യസ് വോള്യം, അത് കഴിഞ്ഞ് വന്നത് അവഗാഡ്രോസ് ലോ ആണ്. ഇനി നമ്മൾ ഡാൾട്ടന്റെ ആറ്റമിക് തിയറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ അല്ല, നമ്മൾ അടുത്ത ഒരു ടോപ്പിക് പറയാം. ഡാൾട്ടൺ ആണ് ആറ്റം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോ ഒന്നാമതായിട്ട് ഡാൾട്ടൺ പറഞ്ഞത് ഏത് മാറ്റർ ആണെങ്കിലും എല്ലാ മാറ്ററുകളും വളരെ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ട്, അങ്ങനത്തെ ഒരുപാട് പാർട്ടിക്കിൾസ് ചേർന്നുണ്ടായതാണ്. ആ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈനി പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. അതിനെ വിളിച്ച പേരാണ്, ആ ടൈനി പാർട്ടിക്കിൾസ് ആണ് ആര്? ആറ്റം. Every matter is made up of a large number of tiny അല്ലെങ്കിൽ very minute particles called atom. ഇതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് ഡാൾട്ടൺ പറഞ്ഞത്. രണ്ടാമതായിട്ട് വരുന്നത്, ഇപ്പൊ നമ്മള് സെയിം എലമെന്റ് ആണെങ്കിൽ, ഇപ്പൊ നമ്മള് അയേൺ എടുക്കുക, അയേൺ, ഇതാണ് അയേൺ എങ്കിൽ അയേണിലെ എല്ലാ ആൾക്കാരും ഞാൻ കാണിക്കുകയാണ്. അപ്പൊ ഇതില് സെയിം എലമെന്റ് ആണ്. സെയിം എലമെന്റിലെ ആറ്റംസിനെല്ലാം ഇപ്പൊ ഇതാ അയണിന്റെ ഈ ആറ്റം ഇതിലെ എല്ലാ അർത്ഥത്തിലും ഇവര് ഈക്വൽ ആയിരിക്കും. മാസ് സെയിം ആവും, സൈസ് സെയിം ആവും, അതേപോലെ തന്നെ ഷേപ്പും സെയിം ആയിരിക്കും. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്, ഓൾ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ആർ സിമിലർ ഇൻ ഓൾ റെസ്പെക്ട്സ്. മാസ്, സൈസ്, ഷേപ്പ് ഇതെല്ലാം ഒരേ ടൈപ്പ് എലമെന്റിലെ എല്ലാ ആറ്റംസിനും ഒരേ സൈസ്, മാസ്, ഷേപ്പ് ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം വരുന്നത്. എന്നാൽ ഡിഫറെന്റ് എലമെന്റ്സ് ആണ് എടുത്തതെങ്കിൽ, ഇപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് പറയാൻ പോകുന്നത്. ഡിഫറെന്റ് എലമെന്റ് എടുത്തു. അപ്പൊ നമ്മൾ ഒന്ന് അയേൺ ഉണ്ട്, അടുത്തത് സിൽവർ ആണെന്ന് കരുതുക. ഇപ്പൊ ഇതിലും അങ്ങനെ സിൽവർ ആറ്റംസ് ഉണ്ട്.
ഇങ്ങനെ രണ്ടാളുകൾ അയൺ എന്ന ആറ്റവും സിൽവർ എന്ന ആറ്റവും എടുത്താൽ ഇത് ഡിസിമിലർ ആയിരിക്കും. മാസിൽ വ്യത്യാസം വരും, സൈസിൽ വ്യത്യാസം വരാം, ഷേപ്പിൽ വ്യത്യാസം വരാം. അപ്പോ ഒരേ എലമെന്റിന്റെ എല്ലാ ആറ്റംസും സിമിലർ ആണ്. ഡിഫറെന്റ് എലമെന്റ്സിലെ ആറ്റംസ് ഒക്കെ ഡിസിമിലർ ആയിരിക്കും. ഇതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. നാലാമതായിട്ട് ആറ്റംസ് കൂടിച്ചേർന്നിട്ടാണ് കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. ആറ്റംസ് കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാവുന്നതാണ്, ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇങ്ങനെ കോമ്പൗണ്ട്സ് രൂപപ്പെടുമ്പോ ഇപ്പൊ നമുക്ക് അത് ആറ്റംസ് കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ സെയിം ആറ്റംസ് ആവാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആറ്റംസ് കൂടിച്ചേരാം, എന്നിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാവുക. ഇതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. സെയിം ആവാം, ഡിഫറെന്റ് ആറ്റംസ് കൂടിച്ചേർന്നിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടാവാം. പക്ഷേ അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മളെ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പോലെയാണ്. ഇങ്ങനെ സെയിമോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആറ്റംസോ കൂടിച്ചേർന്നിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടാവുമ്പോ ഇവർ തമ്മിലൊരു സിമ്പിൾ റേഷ്യോയിലാണ് ഫോം ചെയ്യുക. ഇപ്പോ നമ്മൾ H2O എന്നുള്ളത് ചേരുമ്പോ ഇവരുടെ റേഷ്യോ, ഇപ്പൊ മാസാണ് എടുക്കുന്നതെങ്കിൽ 1:8 എന്നുള്ള ആ റേഷ്യോയില്, അങ്ങനെ ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും ഈ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഡാൾട്ടന്റെ തിയറി പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഡാൾട്ടന്റെ തിയറി ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇന്നിപ്പോ നമ്മൾ എടുത്ത ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. ഇത് പബ്ലിക് എക്സാമിന് ചോദിക്കാം, അത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറയും, വിത്ത് എക്സാമ്പിൾ പറയാൻ പറയും. അപ്പൊ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യം.